ശബരിമലയിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. നമ്മൾക്ക് നേരെ ശബരിമലയിലെ തത്സമയ വിശേഷത്തിലേക്ക് പോവുകയാണ്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. കണ്ണൻ നായരാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, ദർശനമൊക്കെ സുഗമമായിട്ട് തന്നെ ഭക്തർക്ക് ഒരുക്കി നൽകുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ നടപ്പിലാകുന്നുണ്ടോ? നല്ല തിരക്കാണ്. തീർച്ചയായും പൂജ ദർശനമൊക്കെ തന്നെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഭക്തരൊക്കെ തന്നെ വന്ന് വലിയ സന്തോഷത്തോടു കൂടി സുഖദർശനം പൂർത്തിയാക്കി പോവുകയാണ്. എന്തായാലും മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ ദർശനം സംബന്ധിച്ചൊരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദീപാരാധനയുടെ പ്രഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ശബരിമല ശ്രീകോവിൽ. ഇപ്പോൾ നമുക്ക് 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ തിരക്കൊന്നുമില്ല. അവരെയൊക്കെ തന്നെ ഈ 18-ാം പടി ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാർ കൈപിടിച്ച് കയറ്റി 18-ാം പടി കയറ്റി മുകളിലേക്ക് വിടുന്ന ഒരു കാഴ്ചയാണ് ഇത്. കാര്യം 15 മിനിറ്റ് മാത്രമാണ് ഇവിടെ ഓരോ ടേണിലും പോലീസ് അയ്യപ്പന്മാരുടെ ഡ്യൂട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ക്ഷീണം വലുതായിട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഒരു മിനിറ്റിൽ ഏതാണ്ട് 85 അയ്യപ്പന്മാരെ 18-ാം പടി ചവിട്ടിക്കാൻ ശരാശരി സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കൂടുതൽ തന്നെയാണ്. മുൻവർഷങ്ങളിലെ 65-60 ഒരു മിനിറ്റിൽ അയ്യപ്പന്മാർ സന്നിധാനം 18-ാം പടി ചവിട്ടിയിരുന്നത്. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടാത്തത്. ഏതാണ്ട് എടുത്തു പറയേണ്ടത് 2,48,000 ഭക്തന്മാർ ഇന്ന് ഏതാണ്ട് ഉച്ചവരെ സന്നിധാനത്ത് 18-ാം പടി ചവിട്ടി ശ്രീകോവിലെത്തി അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. 2,00,000 പേർ ഇത്രയും ദിവസങ്ങളിൽ ദർശനം നടത്തിയെന്ന് പറയുമ്പോൾ നമുക്കത് മുൻവർഷങ്ങളിലേതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. അപ്പം തന്നെ അരവണയുടെ വിൽപ്പനയിലായാലും നടവരവിലായാലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വർധന വന്നിട്ടുണ്ട്. ഇപ്പോൾ താഴെ തിരുമുറ്റത്ത് 18-ാം പടിക്ക് താഴെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഈ ദീപാരാധന ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ഭക്തന്മാരെ നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി അല്പം തിരക്ക് ഈ 18-ാം പടിക്ക് താഴെ തിരുമുറ്റത്ത് ആലിൻ്റെ ചുവട്ടിലായി കാണുന്നത്. നടപ്പന്തലിലും അല്പം തിരക്കുണ്ട്. എന്നാൽ അത് ഏതാണ്ട് ഒരു മണിക്കൂറിൽ അത് കുറയും. അതോടുകൂടി വീണ്ടും സുഗമമായി തന്നെ ഈ താഴെ തിരുമുറ്റം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ വളരെ സുഖകരമായിട്ട് ഭക്തന്മാർക്ക് കയറി പോകാൻ സാധിക്കുന്ന 18-ാം പടി ചവിട്ടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ആഴിയും ഇങ്ങനെ തെളിഞ്ഞ് ശോഭയോടുകൂടി കത്തുകയാണ്. ഭക്തന്മാരുടെ ഈ നെയ്ത്തേങ്ങയിൽ നിന്നുള്ള ആ നെയ്യ് ഉപയോഗിച്ചും അല്ലെങ്കിൽ തേങ്ങയിൽ നിന്നും ആ ആഴി ഇങ്ങനെ വലിയ രീതിയിൽ തെളിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു 2.5 മാസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മകരവിളക്ക് സീസൺ അവസാനിക്കുന്നിടം വരെ ആ ആഴിയുടെ പ്രഭ ഇങ്ങനെ 18-ാം പടിയിലും അതുപോലെ തന്നെ ശ്രീകോവിലും ഒക്കെ തന്നെ തിളങ്ങി നിൽക്കും. അതായത് വിശ്വാസമനുസരിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഭക്തരുടെ മനസ്സിലേക്ക് ആ ആഴിയുടെ ചൈതന്യം സ്വന്തം ജീവിതത്തിലെ ആവാഹിച്ചു പോകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഒപ്പം തന്നെ നമുക്ക് താഴെ തിരുമുറ്റത്ത് ആവരണ നടയുടെ സമീപത്ത് തന്നെ ഒട്ടേറെ ഭക്തന്മാർ വിരിവെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ നാളെ രാവിലെയാണ് ഈ നെയ്യഭിഷേകം ഉണ്ടാകുക. ആ നെയ്യഭിഷേകത്തിന് വേണ്ടിയുള്ള നെയ്യും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ വേർതിരിച്ച് പാത്രത്തിലേക്ക് മാറ്റുന്ന ഒരു ക്രമീകരണമാണ്. അവരൊക്കെ തന്നെ 18-ാം പടി ചവിട്ടിയ ശേഷം ബാക്കിയുള്ള വിശ്രമിക്കാനും ബാക്കി അവരുടെ മറ്റ് ഇരുവടിക്കെട്ടിലുള്ള മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ തന്നെ മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലും അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് സന്നിധാനത്തിന് സമീപത്തുമൊക്കെ തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി അത് അർപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്. എന്തായാലും ഇതുവരെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തർ ഇതുവരെ ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിൽ എടുത്തു പറയേണ്ടത് പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. പോലീസും കൃത്യമായി ഓരോ ഇടവേളകളില്ലാതെ തന്നെ ഭക്തരെ 18-ാം പടി ചവിട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തിരക്ക് വലിയ രീതിയിൽ അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടാതെ പോകുന്നത്.